ഹലോ, സിമ്പിളായിട്ടൊരു എഗ് ബിരിയാണി ഉണ്ടാക്കിയാലോ. ഏറ്റവും കുറച്ച് ഇൻഗ്രീഡിയൻസ് കൊണ്ട് ഏറ്റവും വേഗത്തിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ബിരിയാണി റൈസ് റെഡിയാക്കാം. അപ്പം ചൂടായ വെള്ളത്തിലേക്ക് നമ്മൾ എല്ലാ സ്പൈസസും ആഡ് ചെയ്തതിന് ശേഷം ആവശ്യത്തിന് ഉപ്പും ചേർക്കുക. അതിനുശേഷം കഴുകി വെച്ച അരി ഇട്ടതിന് ശേഷം അടച്ചു വെച്ച് വേവിക്കുക. ഈ സമയം കൊണ്ട് തന്നെ നമ്മൾ മസാലയും റെഡിയാക്കാൻ തുടങ്ങണം. ചൂടായ പാത്രത്തിലേക്ക് ആവശ്യത്തിന് നെയ്യ് ഒഴിക്കുക. നെയ്യ് നന്നായിട്ട് ഉരുകി വന്നതിന് ശേഷം നമ്മൾ അരിയിലേക്ക് ചേർത്ത പോലെ തന്നെ ഇതിലേക്കും സ്പൈസസ് ആഡ് ചെയ്യണം. സ്പൈസസിൻ്റെ ഫ്ലേവേഴ്സ് എല്ലാം ഇറങ്ങിയതിന് ശേഷം നമ്മൾ അരിയെല്ലാം നന്നായി വഴന്നതിന് ശേഷം നന്നായിട്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആക്കാം, അല്ലെങ്കിൽ നമ്മൾ ചതച്ചിട്ടും ചേർക്കാം. അത് ചേർത്തിട്ട് അതിന് പച്ചമണം മാറുന്നത് വരെ വഴന്ന് വന്നതിന് ശേഷം നമ്മൾ അടുത്തതായി ചേർക്കേണ്ടത് തക്കാളിയാണ്. നല്ല പഴുത്ത തക്കാളിയാണെങ്കിൽ അത്രയും നല്ലത്. തക്കാളി ഇട്ടതിന് ശേഷം നന്നായിട്ട് വെന്ത് വരുന്നവരെ വഴറ്റിക്കൊണ്ടേയിരിക്കുക. പിന്നെ അതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ മുളക് പൊടി ആഡ് ചെയ്യുക. അതിനുശേഷം ആവശ്യത്തിന് ഗരം മസാലയും ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റുക. പുഴുങ്ങിയ മുട്ട മാറിയതിന് ശേഷം നമ്മൾ ചേർക്കുക. വൃത്തിയാക്കി വെച്ച നന്നായിട്ട് ശേഷം എല്ലാം കൂടെ മിക്സ് ചെയ്യുക. പുളിക്കനുസരിച്ച് മാത്രം ഒഴിക്കുക. ഇനിയാണ് നമ്മൾ അവസാന ഘട്ടത്തിലേക്ക് കടക്കുന്നത്. നമ്മൾ വേവിച്ച് വെച്ച ചോറ്, അത് ബിരിയാണി റൈസ് കുറച്ച് അതിന് മേലെ നന്നായിട്ട് ഇട്ട് കൊടുക്കുക. അതിന് മീതെ കുറച്ച് നെയ്യും കുറച്ച് ഗരം മസാലയുടെ പൊടിയും പൗഡറും കൂടി ചേർത്തിട്ട് അടച്ച് വയ്ക്കാം. പിന്നെ ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞ ശേഷം നമുക്ക് തുറന്ന് നോക്കാം. അത് ചെറിയ തീയിൽ, അത് സിമ്മിലാണ് നമ്മൾ വേവിക്കുന്നത്. അപ്പോൾ നമ്മുടെ എഗ് ബിരിയാണി റെഡി ആയിട്ടുണ്ട്. സാലഡും അച്ചാറും കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നിങ്ങൾക്കും ട്രൈ ചെയ്യാം. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്.